ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വിവിധങ്ങളുടെ നഅൽ മുബാറക്, പരിശുദ്ധമായ നഅലിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. കുറച്ച് ഹദീസുകൾ നമ്മൾ വായിച്ചു. പിന്നെ حدثنا أحمد بن منيع قال حدثنا أبو أحمد قال حدثنا سفيان عن السدي قال حدثني من سمع عمرو بن حريث. അംറു ബിൻ ഹുറൈസിനെ കേട്ട ഒരാൾ എന്നോട് പറഞ്ഞു, യഖൂൽ പറയുന്നതായിട്ട്, റഅയ്തു റസൂലല്ലാഹി, ഞാൻ റസൂലുള്ളാഹിനെ കണ്ടു, യുസല്ലി നിസ്കരിക്കുന്നതായിട്ട്, ഫീ നഅലൈനി മഖ്സൂഫതൈനി, ഒട്ടിച്ചുണ്ടാക്കിയ രണ്ട് ചെരുപ്പുകളിൽ, ഒട്ടിച്ചുണ്ടാക്കിയ രണ്ട് ചെരുപ്പുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ചെരുപ്പ് എന്താവാറുണ്ട്, തുന്നാറുണ്ടായിരുന്നു. ചെരുപ്പ് നന്നാക്കാറുണ്ട്, ഭാര്യമാരെ സഹായിക്കും. ഇങ്ങനെ വലിയ ആളായിട്ട് ഇങ്ങനെ ഇരിക്കലല്ല, എല്ലാം ചെയ്യും സല്ലല്ലാഹു അലൈഹി വസല്ലം. حدثنا إسحاق بن موسى الأنصاري قال حدثنا معن قال حدثنا مالك عن أبي الزناد عن الأعرج عن أبي هريرة رضي الله عنهم أن رسول الله قال പറഞ്ഞു, لا يمشين أحدكم, നിങ്ങളിൽ നിന്നുള്ള ഒരാൾ നടക്കാൻ പാടില്ല, ഫീ നഅലിൻ വാഹിദ, ഒരൊറ്റ ചെരുപ്പ് ധരിച്ചിട്ട്, ലിയൻഅൽഹുമാ ജമീഅ, ലിയൻഅൽഹുമാ, അവ രണ്ടും ധരിക്കട്ടെ, ജമീഅൻ മൊത്തം, അവ രണ്ടും ധരിക്കട്ടെ, ഔ ലിയുഹ്ഫിഹിമാ ജമീഅ, അല്ലെങ്കിൽ അവ രണ്ടിനെയും അഴിച്ച് ഒഴിവാക്കട്ടെ. ഒന്നുകിൽ രണ്ടും ഇടുക, അല്ലെങ്കിൽ രണ്ടും ഒഴിവാക്കുക. ഒരു ചെരുപ്പ് ധരിച്ച് മറ്റേ ധരിക്കാതെ അങ്ങനെ നടക്കാൻ പാടില്ല. ഒറ്റക്കാലിൽ നടന്നാൽ വഖാറ് നഷ്ടപ്പെടും, ഒരു ഗൗരവം ഉണ്ടാവില്ല, ജനങ്ങളുടെ പരിഹാസത്തിന് ഇരയാകും. ഇബ്നുൽ അറബി തങ്ങൾ പറയുന്നു, അൽ മശ്യു ഫീ നഅലിൻ വാഹിദ മിശ്യത്തു ശൈത്താൻ, ഒരു ചെരുപ്പിട്ട് ധരിക്കൽ എന്താണ്, പിശാചിന്റെ നടത്താണ്, മനുഷ്യന്മാരുടെ നടത്തല്ല. ഹദസനാ ഖുതൈബ അൻ മാലിക് ഇബ്നു അനസ് അൻ അബി സിനാദ് നഹ്വഹു, മറ്റൊരു റിവായത്തിലും ഈ ഹദീസ് ഇതേപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. حدثنا إسحاق بن موسى قال حدثنا معن قال حدثنا مالك عن أبي الزبير عن جابر أن النبي صلى الله عليه وسلم نهى أن يأكل, നബി തങ്ങൾ വിരോധിച്ചിട്ടുണ്ട് തിന്നലിനെ. ഈ ആരെ വിരോധിച്ചിട്ടുണ്ട്, യാനി അർറജുല, ഒരാളെ, ബിഷിമാലിഹി, എന്തുകൊണ്ട്, ഇടത് കൈ കൊണ്ട് ഭക്ഷിക്കലിനെ റസൂലുള്ള വിരോധിച്ചിട്ടുണ്ട്. ഔ അല്ലെങ്കിൽ യംഷിയ ഫീ നഅലിൻ വാഹിദ, ഒരു ചെരുപ്പിൽ നടക്കലിനെയും എന്തായിട്ടുണ്ട്, വിരോധിച്ചിട്ടുണ്ട്. ഇടത് കൈ കൊണ്ട് ഭക്ഷിക്കൽ നമ്മുടെ മദ്ഹബിൽ കറാഹത്താണ്, മനസ്സിലായില്ലേ? മാലിക്കി, ഹംബലി മദ്ഹബുകളിലെ ഭൂരിഭാഗം പണ്ഡിതന്മാരും ഹറാമാണെന്നാണ് പറഞ്ഞത്, ഇടത് കൈ കൊണ്ട് ഭക്ഷിക്കലും കുടിക്കലും. പിന്നെ ഹദസനാ ഖുതൈബ അൻ മാലിക്, തഹ്വീൽ, എന്ന് പറഞ്ഞാൽ സനദിൽ തഹ്വീൽ സംഭവിച്ചു, ഒരു മാറ്റം, ടേണിംഗ്. ഹദസനാ ഇസ്ഹാഖ് ബിൻ മൂസ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഖാല ഹദസനാ മഅൻ ഖാല ഹദസനാ മാലിക് അൻ അബി സിനാദ് അനിൽ അഅറജ് അൻ അബി ഹുറൈറ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി പറഞ്ഞു, ഇദൻ തഅല അഹദുക്കും, നിങ്ങളിൽ നിന്നുള്ള ഒരാൾ ചെരുപ്പ് ധരിക്കുകയാണെങ്കിൽ, ഫല്യബ്ദ ബിൽ യമീൻ, അവൻ വലത് കൊണ്ട് തുടങ്ങട്ടെ, അഥവാ ആദ്യം വലത് ചെരുപ്പ് ധരിക്കുക. ഇദാ നസഅ, ഊരുകയാണെങ്കിലോ, ഫല്യബ്ദ ബിശ്ശിമാൽ, ഇടത് കൊണ്ട് തുടങ്ങട്ടെ, ആദ്യം ഊരുമ്പോൾ ഇടത് ഊരുക. ഫൽതകൂനിൽ അവ്വലു അവ്വലഹുമാ തുൻഅൽ ഫലിയക്ഫൽ, അപ്പൊ ഇപ്പൊ പറഞ്ഞതിന്റെ ഒന്ന് സമ്മറി പറയാണ്. ഫൽതകൂനിൽ യമീനു, അപ്പൊ വലത്തേതാവട്ടെ, അവ്വലഹുമാ തുൻഅൽ, ആ രണ്ടു കാലുകളിൽ നിന്ന് ആദ്യം ധരിക്കപ്പെടുന്നതാവട്ടെ, അതുപോലെ ആഖിറഹുമാ തുൻസഅ, അവസാനം ഊരപ്പെടുന്നതും ആവട്ടെ. നേരത്തെ പറഞ്ഞതിന്റെ ഒന്ന് ചുരുക്കരൂപം പറഞ്ഞതാണ്. ഹദസന, വലത്തിനെന്താ പ്രത്യേകത? വലത്തിന് പല പ്രത്യേകതയുണ്ട്. അൽ യമീനു മുഖ്താറുല്ലാഹി വ മഹ്ബൂബു, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണ് വലത് എല്ലാ കാര്യങ്ങളിൽ നിന്നും. സ്വർഗാവകാശികൾ അർശിന്റെ വലതു ഭാഗത്താണ്, വലതിന് മഹത്വമുണ്ട്. അന്ത്യനാളിൽ വിജയികളായ ആളുകൾക്ക് വലത്തെ കയ്യിലാണ് എന്താകുക, കിതാബ് നൽകപ്പെടുക, അവിടെയും വല തന്നെ.
നന്മ എഴുതുന്ന മലക്ക് എവിടെയാ, ഏത് ഭാഗത്താ? വലത്തെ ചുമലിലാണ്. അപ്പൊ അതിനും വലത്തെ തന്നെ. മനസ്സിലായില്ലേ? പിന്നെ അള്ളാന്റെ അന്ത്യനാളിലെ തുലാസില്ലേ, മീസാൻ, അതിൽ നന്മയുടെ തട്ട് ഏത് ഭാഗത്താ? വലതാണ്. അപ്പൊ വലതിന്റെ മഹത്വം പിന്നെ പറയേണ്ടതില്ലല്ലോ. പിന്നെ حدثنا أبو موسى محمد بن المثنى قال حدثنا محمد بن جعفر قال حدثنا شعبة قال حدثنا أشعث هو ابن أبي الشعثاء عن أبيه عن مسروق عن عائشة رضي الله عنها قالت كان رسول الله يحب التيمن വലത്തേതിനെ മുന്തിക്കലിനെ ഇഷ്ടപ്പെട്ടിരുന്നു. മസ്തത്ത കഴിയാവുന്നിടത്തോളം, കഴിവിന്റെ പരമാവധി, ഫി തറജുലിഹി അവിടുത്തെ മുടിചീകലിലും, വതനഉലിഹി ചെരുപ്പ് ധരിക്കലിലും, തുഹൂരിഹി അവിടുത്തെ ശുദ്ധീകരണങ്ങളിലും എല്ലാം. മനസ്സിലായില്ലേ? പിന്നെ حدثنا محمد بن مرزوق أبو عبد الله قال حدثنا عبد الرحمن بن قيس أبو معاوية قال حدثنا هشام عن محمد عن أبي هريرة رضي الله عنه قال كان لنعل رسول الله എൻ്റെ ചെരുപ്പിന് ഉണ്ടായിരുന്നു ഖിബാലാനി, 2 വാറുകൾ. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ 2 വാറുകൾ. എൻ്റെ പിന്നെ വിശദീകരണങ്ങൾ അടക്കം എല്ലാവരും വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. പിന്നെ അബീബക്കറിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ചെരുപ്പ് എനിക്ക് എന്തുണ്ടായിരുന്നു? അവ്വലു മൻ അഖദ അഖദൻ വാഹിദ, ആദ്യമായി ഒരു വാറുള്ള ചെരുപ്പ് ഉപയോഗിച്ച് തുടങ്ങിയത് ഉസ്മാൻ. ആരാണ്? ഉസ്മാൻ തങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഒരു സാധാ നമ്മുടെ ചെരുപ്പില് ഒരു ഇതുണ്ടാവില്ലേ, പോക്കറ്റ്, ഈ തള്ളവിരലിടാൻ. റസൂലുള്ളാഹിന്റെ നമ്മൾ പറഞ്ഞു തള്ളവിരലും അതിന്റെ തൊട്ടിപ്പുറത്തെ വിരലും ഒന്നിലും, ബാക്കി 3 വിരലുകൾ ഗട്ടേ പോക്കറ്റിലുമാണ്. ഇന്നത്തെ കാലത്തൊക്കെ വരണല്ലോ ഒന്നുമില്ലാത്ത പിന്നെ ആ രൂപത്തിലുള്ളത് ആദ്യമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത് ആരാണ്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നഅ്ലു മുബാറക്കിനെ കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിച്ചു. പിന്നെ തസ്മീമൻ ലിൽ ഫായിദ ആയിട്ട് വളരെ വിഷയങ്ങൾ. പിന്നെ സ്വാഹിബുൻ നഅലൈൻ എന്ന് സ്ഥാനപ്പേരുള്ള സ്വഹാബിയുണ്ട്. ആരാ? അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ്. ഹാമിലുൻ നഅലൈൻ, സാഹിബുൻ നഅലൈൻ എന്നൊക്കെ പേര്. കാരണം റസൂലുള്ളാഹിന്റെ ചെരുപ്പ് ഇങ്ങനെ എടുത്ത് നടക്കല മൂപ്പരുടെ ഡ്യൂട്ടി. റസൂലുള്ളാഹിന്റെ ചെരുപ്പ് ഇങ്ങനെ എടുത്ത് നടക്കല്, അതുകൊണ്ട് മൂപ്പർക്ക് അങ്ങനെ പേര് ലഭിച്ചു. എന്ത്? ഹാമിലുൻ നഅലൈൻ, 2 ചെരുപ്പ് ചുമക്കുന്ന ആള്, 2 ചെരുപ്പിന്റെ സ്വാഹിബ് എന്ന പേരൊക്കെ കിട്ടി. യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു പാടിയ പാട്ട് ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണത് നല്ലതാണ്. നമ്മൾ അനാല മുബാറക്കിന്റെ പുസ്തകത്തിലുണ്ട് ആ ബൈത്തുകളും അതിന്റെ അർത്ഥങ്ങളൊക്കെ. എല്ലാം ഇവിടെ പറയണില്ല. ഇന്നി ഖദംതു മിസാല നഅലിൽ മുസ്തഫ, ഞാൻ റസൂലുള്ളാഹിന്റെ നഅലിന്റെ മാതൃകയ്ക്ക് എന്തായി? ഖിദ്മത്ത് ചെയ്തു. എന്തിനാണ് ഞാൻ അങ്ങനെ ഖിദ്മത്ത് ചെയ്യുന്നത്? ലിഅഈഷ ഫിദ്ദാറൈനി തഹ്ത ളിലാലിഹ, അതിന്റെ തണലിലായിട്ട് എനിക്ക് 2 ലോകത്തിലും എന്താക്കണം? ജീവിക്കണം. അതിനു വേണ്ടിയാണ്. സഈദ് ഇബ്നു മസ്ഊദിൻ ബി ഖിദ്മത്തി നഅലിഹി, റസൂലുള്ളാഹിന്റെ നഅലി നേരെ ചെരുപ്പിനിക്ക് ഖിദ്മത്തെടുത്ത് ആര് വിജയിച്ചു? അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു വിജയിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ സാഹിബുൻ നഅലൈൻ. എന്നാൽ വഅന സഈദു ബി ഖിദ്മതി ലിമിസാലിഹ, ഞാൻ ആ ചെരുപ്പിന്റെ മാതൃകയ്ക്ക് സേവനം ചെയ്തിട്ട് വിജയിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ആളാണ് ആര്? യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു. അലാ റഅസി ഹാദൽ കൗനി നഅലു മുഹമ്മദി, ഒരേ റിപ്പോർട്ട് പിന്നെ ബൈത്തുകളൊക്കെ ഉണ്ട്. ഈ ലോകത്തിന്റെ നെറുകയിലാണ് റസൂലുള്ളാഹിന്റെ ചെരുപ്പ്. തുരുസീന പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുമ്പോൾ അല്ലാഹു തആല റസൂലുള്ളാഹിനോട് പിന്നെ മൂസാ നബിയോട് പറഞ്ഞു, ഫഖ്ലഅൻ അലൈക്, ഓ മൂസാ നബിയെ നിങ്ങളുടെ 2 ചെരുപ്പ് അഴിക്കുക. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ, നിങ്ങൾ പരിശുദ്ധമായ തുവ താഴ്വരയിലാണ്. നമ്മൾ ഈജിപ്തിന്റെ ബോർഡറിൽ, ഇസ്രായേൽ ബോർഡറിൽ നമ്മളവിടെ പോയിരുന്നു. തുവ താഴ്വരയിൽ ആ മല നമ്മൾ കയറിയിരുന്നു. മൂസാ നബിയോട് ചെരുപ്പ് അഴിക്കാൻ പറഞ്ഞ ആ മല. അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ചെരുപ്പിടാൻ പേടിയാണ്. പക്ഷേ മുള്ളുകളും പിന്നെ മുള്ളു പോലെയുള്ള പാറകളൊക്കെയാണ്. ചെരുപ്പിടാതെ അവിടെ നടക്കാൻ കഴിയില്ല.
മനസ്സില്ല മനസ്സോടെ ചെരുപ്പിട്ടിട്ട് നമ്മൾ നടന്നത്. അപ്പൊ അള്ളാഹു താല എന്താണ് ആ സമയത്ത് അള്ളാഹുവിന്റെ നൂറ് അവിടെ വെളിവായ സമയത്ത് അള്ളാഹുവിനെ കാണാൻ വേണ്ടി പോവല്ലേ. അതുകൊണ്ടാണ് എന്തായാലും വിഷയതൊന്നുമല്ല. എന്നാൽ അത് ഈ തുവാ താഴ്വരയിൽ വെച്ചിട്ടാണ് മൂസാ നബിയോട് വയ്ക്കാൻ പറഞ്ഞത്. എന്നാൽ അള്ളാഹിന്റെ റസൂലിന്റെ ചെരുപ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം അർശിലേക്ക് പോയി. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങളും കടന്ന് റബ്ബിനെ കണ്ടു, റബ്ബിന്റെ മുന്നിലേക്ക് എത്തി. എന്നായിരുന്നു എന്തായിട്ടില്ല, റസൂലുള്ളാഹിനോട് ചെരുപ്പ് അഴിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അള്ളാഹുവിനെ കണ്ട ചെരുപ്പാണ് റസൂലുള്ളാഹിന്റെ ചെരുപ്പ്. മനസ്സിലായില്ലേ? മൂസാ നബിയുടെ ചെരുപ്പ് തുവാ താഴ്വരയിൽ വെച്ച് അഴിച്ചു വെക്കാൻ പറഞ്ഞ ചെരുപ്പാണ്. അതുകൊണ്ടാണ് ആര് മുബാറക്ക്, അത് മുബാറക്കാവുന്നത്, മഹത്വമുള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെ ഉള്ള ബൈത്ത് എന്തുണ്ട് ആ ഇതിലുണ്ട്, അതൊക്കെ നോക്കി പഠിക്കാം. അപ്പൊ എന്തായാലും ആല് മുബാറക്കിനെ കുറിച്ചുള്ള ചർച്ച നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. ബാബു മാജാ ഫീ ദിക്രി ഖാത്തമി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ഖാത്തം, മോതിരം. ഈ ചർച്ചകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഖാത്തം എന്ന് പറഞ്ഞാൽ മോതിരം എന്ന് പറഞ്ഞാൽ കേവലം മോതിരം മാത്രമല്ല, സീലിനെ കുറിച്ചും ഖാത്തം എന്ന് പറയും. വിധങ്ങൾ ഇസ്ലാമിന്റെ പ്രവാചകനാണ്, ഒരു ഓതറൈസ്ഡ് പേഴ്സൺ ആണ്, ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. മനസ്സിലായില്ലേ? അപ്പോ എന്താണ്, സുലാക്ക് സീല് വേണ്ടേ രാജാക്കന്മാരിലേക്കൊക്കെ? അതൊക്കെ നമ്മൾ ചർച്ചയിൽ പറയും ഇൻഷാ അല്ലാഹ്. എന്തായാലും വായിച്ചു തുടങ്ങും. حدثنا قتيبة بن سعيد وغير واحد عن عبد الله ابن وهب عن يونس عن ابن شهاب عن أنس بن مالك رضي الله عنه قال അദ്ദേഹം പറയുന്നു കാന ഖാത്തമ റസൂലില്ലാഹ് ഖാത്തമുൻ നബി, റസൂലുള്ളാഹിന്റെ ഖാത്തമ മോതിരമായിരുന്നു, മിൻ വരിഖിൻ വെള്ളി കൊണ്ടുള്ളതായിരുന്നു, കാന ഫസ്സുഹു അതിന്റെ കല്ല് ഹബശിയൻ ഹബശയിൽ നിന്ന്, എത്യോപ്യയിൽ നിന്നുള്ളതായിരുന്നു. മേഡ് ഇൻ എത്യോപ്യ, മേഡ് ഇൻ എത്യോപ്യ, അങ്ങനെ ഒരർത്ഥം വെക്കാം. അല്ലെങ്കിൽ ഹബശി എന്നുള്ളതിന് എന്തർത്ഥം വെക്കാം? കറുത്തതാണ് എന്നർത്ഥം വെക്കാം. അല്ലെങ്കിൽ മൂന്നാമതൊരർത്ഥാണ് അഖീഖ് കല്ലുകൊണ്ടുള്ളതാണ്. അഖീഖ് കല്ലുകൊണ്ട്, അപ്പം 3 അർത്ഥാണ് ഹബശി എന്നുള്ളതിന്. ഒന്നുകിൽ എത്യോപ്യയിൽ നിന്ന്, എത്യോപ്യൻ നിർമ്മിതമായതാണ്, അല്ലെങ്കിൽ കറുത്തതാണ്, അല്ലെങ്കിൽ അഖീഖ് കല്ലുകൊണ്ടുള്ളതാണ്. റസൂലുള്ളാഹിക്ക് 2 മോതിരമുണ്ട്. ഒന്ന് എന്തിന് മോതിരം, ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീല് വെക്കാൻ, മറ്റൊന്ന് എന്തിനിക്ക് സാധാ നമ്മളൊക്കെ ധരിക്കുന്നത് പോലെ ഭംഗിക്ക് ഭംഗിക്ക് വേണ്ടി ധരിക്കുന്നത്, കയ്യിൽ ധരിക്കുന്നത്. അങ്ങനെ 2 ഉണ്ടായിരുന്നു എന്നാണ്. ഓക്കെ. حدثنا قتيبة قال حدثنا أبو عوانة عن أبي بشر النافع عن ابن عمر عن النبي صلى الله عليه وسلم رسول الله اتخذ خاتما, ഒരു മോതിരം ഉണ്ടാക്കി, മിൻ ഫില്ലത്തിൻ വെള്ളിയാലുള്ള, കാന യഖ്തിമു ബിഹി നബി തങ്ങൾ അതുകൊണ്ട് മുദ്രയായിട്ട് ഉപയോഗിക്കാറാണ്, അതുകൊണ്ട് സീല് വെക്കാറാണ് ഉണ്ടായിരുന്നത്. വലാ യൽബസുഹു അതിനെ ധരിക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നു, മനസ്സിലായല്ലോ. സീല് വെക്കാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്ത് ഖാത്തം, എന്തുണ്ടായിരുന്നില്ല. حدثنا محمود بن غيلان قال حدثنا حفص ابن عمر ابن عبيد هو الطنافسي قال حدثنا زهير أبو خيثمة عن حميد عن أنس بن مالك رضي الله عنه قال كان خاتم رسول الله رسول الله عند مودنا ما يرنو من فضة വെള്ളിയാൽ ഉള്ളതായിരുന്നു. ഫസ്സുഹു അതിന്റെ കല്ല് മിൻഹു ആ വെള്ളിയിൽ നിന്ന്, അതിൽ നിന്ന് തന്നെയുള്ളതായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഉണ്ടായിരുന്നു റസൂലുള്ളാഹിക്ക്. കല്ലില്ലാത്ത വെള്ളി കൊണ്ട് തന്നെയുള്ള ആ കല്ലിന്റെ ഭാഗത്ത് വേറൊന്നുമില്ല, അങ്ങനത്തെ ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ പറഞ്ഞാൽ എന്താ, കല്ലില്ല. എന്താ നമ്മുടെ ഉസ്താദ്, നമ്മുടെ അൽ ഇസ്റാഖാത്തു സനിയ, നമ്മുടെ ഷെയ്ഖ് ഹിഷാം കാമിൽ പറഞ്ഞിട്ടുണ്ട്, എന്താ മിനഫ്സി മഅദിനി ഹൽഖത്തുൽ ഖാത്തം വഹുവൽ ഫിദ്ദ, ആ വെള്ളിയിൽ നിന്ന് തന്നെയാണ്. എന്തല്ല, ലൈസ മിൻ ഹജരിൻ, കല്ലിനാലുള്ളതല്ല. എന്ത്, അതിന്റെ ആ കല്ലിന്റെ ഭാഗം. മനസ്സിലായല്ലോ? حدثنا إسحاق بن منصور قال حدثنا معاذ
ابن هشام قال حدثني أبي عن قتادة عن أنس بن مالك رضي الله عنه قال അനസ് തങ്ങൾ പറയാൻ ലമ്മ അറാദ റസൂലുള്ളാഹ് റസൂലുള്ള ഉദ്ദേശിച്ചപ്പോൾ അയ്യക്തുബ ഇലൽ അജം അനറബികളിലേക്ക് കത്തുകൾ എഴുതാൻ ഇസ്ലാമിന്റെ സന്ദേശമൊക്കെ ആയിട്ട് പിന്നെ കത്തെഴുതാൻ ഉദ്ദേശിച്ചപ്പോൾ റസൂലുള്ളാഹിനോട് പറഞ്ഞ നബിയെ നമ്മുടെ അറബികൾ സ്വീകരിക്കുന്ന പോലെ തോന്നിയ പോലെ ലെറ്റർ ആരും സ്വീകരിക്കൂല, അനറബികൾ സ്വീകരിക്കൂല, സൈന് വേണം, സീല് വേണം. അപ്പോഴാണ് റസൂലുള്ളാഹി ഈ സീലിനെ കുറിച്ച് ആലോചിക്കുന്നതും നിർമ്മിക്കുന്നതും. മനസ്സിലായില്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനറബികളിലേക്ക് കത്തെഴുതാൻ എന്തായപ്പോ ഉദ്ദേശിച്ചപ്പോ ഖീല ലഹു റസൂലുള്ളാഹിനോട് പറയപ്പെട്ടു, സ്വഹാബികൾ പറഞ്ഞു, ഇന്നൽ അജമ അനറബികൾ ലാ യഖ്ബലൂന എന്താവൂല, അവർ സ്വീകരിക്കൂല ഇല്ല കിതാബൻ ഒരു എഴുത്തല്ലാതെ, ഒരു കത്തല്ലാതെ, അലൈഹി ഖാത്തമുൻ എന്തുള്ള സീലുള്ള എന്തല്ലാതെ, കത്തല്ലാതെ ആരും സ്വീകരിക്കൂല അനറബികൾ. അപ്പൊ ഫസ്തനഅ ഖാത്തമൻ റസൂലുള്ളാഹി ഒരു സീൽ ഉണ്ടാക്കി. റസൂലുള്ളാഹി അത് കയ്യിലായിരുന്നു റസൂലുള്ളാഹി വെക്കാറുണ്ടായിരുന്നതൊക്കെയാണ്. മോതിരം ഇടുന്നത് പോലെ വെച്ചിട്ട് അതിങ്ങനെ പതിപ്പിക്കുക ചെയ്യുക, മഷി കുത്തിയിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ പറയാണ് ഫകഅന്നി അൻദുറു, റാവി പറയാണ് ഫകഅന്നി അൻദുറു, ഞാൻ ഇപ്പോഴും നോക്കുന്നത് പോലെയുണ്ട്, ഇലാ ബയാദിഹി ഫീ കഫിഹി, അവിടുത്തെ മോതിരത്തിന്റെ ആ വെളുപ്പിലേക്ക് നോക്കുന്നത് പോലെയുണ്ട്. ഞാൻ ഇപ്പോഴും ആ നബിതങ്ങൾ ഇപ്പോഴും അനസ്രദാവിന് പിന്നീടായിരിക്കുമല്ലോ ഇത് പറയുന്നുണ്ടാകുക. ഞാൻ ഇപ്പോഴും ആ നബിതങ്ങളുടെ ആ മോതിരത്തിന്റെ വെളുപ്പിലേക്കാ അത് ഇപ്പൊ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ ഞാൻ ഇപ്പോഴും ആ റസൂലുള്ളാഹിന്റെ കയ്യിലായിരിക്കുമ്പോഴുള്ള അവിടുത്തെ മോതിരത്തിന്റെ വെളുപ്പിലേക്ക് ഞാൻ നോക്കുന്നത് പോലെയുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. حدثنا محمد بن يحيى قال حدثنا محمد بن عبد الله الأنصاري قال حدثني أبي عن ثمامة عن أنس بن مالك رضي الله عنه قال അദ്ദേഹം പറയാണ് കാന നഖ്ശു ഖാത്തമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മോതിരത്തിൽ കൊത്തിവെച്ചത്, നഖ്ഷ് എന്ന് പറഞ്ഞത് കൊത്തിവെച്ചത് എന്തായിരുന്നു? മുഹമ്മദുർ റസൂലുള്ളാഹി എന്നായിരുന്നു. എന്തായിരുന്നു? മുഹമ്മദുൻ സത്തുറുൻ, മുഹമ്മദ് ഒരു വരിയിൽ, റസൂലുൻ സത്തുറുൻ, റസൂല് മറ്റൊരു വരിയിൽ, വല്ലാഹു സത്തുറുൻ, അള്ളാഹു എന്നുള്ളത് എന്താണ്? മൂന്നാമത്തെ വരിയിൽ. മനസ്സിലായല്ലോ? ഇതിൽ നമ്മൾ ഉസ്താദ് ഇങ്ങനെ ശരിക്കും എഴുതി വെച്ചിട്ടുണ്ട്, മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദുൻ. ഇത് ആദ്യം അള്ളാഹ് അടിന്നാണ് തുടങ്ങണത്, മുഹമ്മദ്, അതിന്റെ മുകളിൽ റസൂല്, അതിന്റെ മുകളിൽ അള്ളാഹ്. അതെന്താ? അള്ളാഹിനോടുള്ള ബഹുമാനം കൊണ്ടാണ്. അള്ളാഹിന്റെ പേര് മുകളിൽ വരാൻ വേണ്ടിയിട്ട് അള്ളാഹ് മുകളിൽ അടീന തുടങ്ങണം. മുഹമ്മദുൻ, അതിന്റെ തൊട്ട് മുകളിൽ റസൂല്, അതിന്റെ തൊട്ട് മുകളിൽ അള്ളാഹ്. അപ്പൊ അതൊക്കെ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈ സംഭവം, ഈ ഇതുണ്ടല്ലോ മോതിരം, സീല്, അത് റസൂലുള്ളാഹി ധരിക്കാറില്ല. സീല് വെച്ച് കഴിഞ്ഞ ഉടനെ ഊരി വെക്കും. അപ്പൊ ഇത് ഇവിടെ നമ്മുടെ ഷെയ്ഖ് ഹിഷാം കാമിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഫകതബ ഇസ്മഹു ശരീഫിൽ അസ്ഫൽ, റസൂലുള്ളാഹിന്റെ പേര് താഴെ എഴുതി, വസ്മല്ലാഹി തആല ഫിൽ അല, അല്ലാഹുവിന്റെ പേര് മുകളിൽ എഴുതി, തഅദീമൻ വതബ്ജീലൻ ലിസ്മില്ലാഹി തആല അൽ അഅ്ളം, അല്ലാഹുവിന്റെ പേരിനെ ബഹുമാനിച്ച് ആദരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായല്ലോ? പിന്നെ حدثنا نصر بن علي الجهضمي أبو عمرو قال حدثنا نوح بن قيس عن خالد بن قيس عن قتادة عن أنس بن مالك رضي الله عنه أن النبي صلى الله عليه وسلم رسول الله كتب إلى كسرى وقيصر والنجاشي, കിസ്റ രാജാവിലേക്ക്, കൈസർ രാജാവിലേക്ക്, നജാഷി രാജാവിലേക്ക് ഒക്കെ എന്തായിട്ടുണ്ട്? കത്ത് എഴുതിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അപ്പൊ ഫഖീല ലഹു, എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എഴുതാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ്. ശേഷം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഫഖീല ലഹു, അവിടത്തോട് പറയപ്പെട്ടു, ഇന്നഹും ലാ യഖ്ബലൂന, അവർ ആ രാജാക്കന്മാർ ലാ യഖ്ബലൂന സ്വീകരിക്കൂല, കിതാബൻ ഒരു എഴുത്തിനെ, ഇല്ലാ ബി ഖാതമിൻ എന്തുകൊണ്ടല്ലാതെ, സീല് കൊണ്ടല്ലാതെ. അപ്പൊ ഫസ്വാഖ റസൂലുള്ളാഹി കടന്നെടുത്തു, ഖാതമൻ എന്താണ്? ഒരു മോതിരത്തെ, ഹൽഖതുഹു അതിന്റെ വട്ടക്കണ്ണി, ഫിദ്ദത്തുൻ എന്താണ്? എന്തായിരുന്നു? വെള്ളിയാണ്. വനുഖിശ ഫീഹി അതിൽ കല്ലില്ല, അതിലെന്തില്ല? കല്ലില്ല. അഖീഖ് മറ്റേ കല്ലൊക്കെ പറഞ്ഞല്ലോ, ഇല്ല. മനസ്സിലായില്ലേ? വനുഖിശ ഫീഹി അതിൽ കൊത്തി വെക്കപ്പെട്ടു, മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് കൊത്തി വെക്കപ്പെട്ടു.
حدثنا إسحاق بن منصور قال حدثنا سعيد بن عامر والحجاج بن منهال عن همام عن ابن جريج عن الزهري عن أنس أن النبي صلى الله عليه وسلم رسول الله كان ആയിരുന്നു إذا دخل الخلاء ബാത്റൂമിലേക്ക് പ്രവേശിച്ചാൽ നസഅ ഖാത്തമഹു തന്നെ മോതിരം ഊരാറുണ്ടായിരുന്നു. കാരണം എന്താ? മുഹമ്മദ് റസൂലുള്ളാഹി ഉണ്ടല്ലോ അതില്, മനസ്സിലായില്ലേ? പിന്നെ حدثنا إسحاق بن منصور قال حدثنا عبد الله بن نمير قال حدثنا عبيد الله بن عمر عن نافع عن ابن عمر قال اتخذ رسول الله ഉണ്ടാക്കി ഖാത്തമൻ ഒരു സീലിനെ മിൻ വരിഖിൻ വെള്ളിയാലുള്ള. കാന ഫീ യദിഹി അത് റസൂലുള്ളാഹിന്റെ കയ്യിലായിരുന്നു, മരിക്കുന്നവരെ റസൂലുള്ളാഹിന്റെ കയ്യിലായിരുന്നു. സുമ്മ കാന ഫീ യദി അബീബക്കർ പിന്നെ ആരുടെ കയ്യിലായി? അബൂബക്കർ റളിയല്ലാഹുവിന്റെ കയ്യിലായി. വ ഉമറ പിന്നെയോ വയദി ഉമർ റളിയല്ലാഹുവിന്റെ കയ്യിലായി. സുമ്മ കാന ഫീ യദി ഉസ്മാൻ പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലായിരുന്നു. ഹത്താ വഖഅ ഫീ ബിഇരി അരീസ് അങ്ങനെ അവസാനം അതെന്തായി? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കയ്യിൽ നിന്നാണ് അവിടെ വീണുപോയത്, മദീനയിലെ ബിഇറു അരീസിൽ എന്തായത്? വീണുപോയത്. അതിപ്പോഴും ഉണ്ടാക്കുന്നത്, ഇപ്പോഴും ഒരു എന്താണ് ഹിസ്റ്റോറിക്കൽ സ്ഥലമായിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്, നമ്മൾ പോയിട്ടുണ്ട്. നഖ്ഷതുഹു അതിന്റെ നഖ്ഷുഹു അതിൽ കൊത്തിവെച്ചത് എന്തായിരുന്നു? മുഹമ്മദ് റസൂലുള്ളാഹി എന്നാണ്. മദീനയിലെ ഖുബാ മസ്ജിദിനോടടുത്ത ഒരു പൂന്തോട്ടമുണ്ട് അരീസ്, അവിടെയുള്ള എന്താണ് പിന്നെ ബിഇറാണിത്, മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് കുറേ പരിധി നോക്കി എന്തായിട്ടില്ല, ഒരുപാട് തൊഴിലാളികളെ നിയമിച്ച് പിന്നെ അത് പരിധി നോക്കി കിട്ടിയിട്ടില്ല എന്നാണ്. എന്തോ അള്ളാഹുവിന്റെ ഹിക്മത്തുണ്ടാവും. അപ്പൊ ഈ അധ്യായം അവിടെ കഴിഞ്ഞു. അടുത്ത അധ്യായം മോതിരവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. വിധങ്ങൾ വലത് കൈയിലാണ് മോതിരം ധരിക്കാറുണ്ടായിരുന്നത് എന്ന് പറയണ അവിടെ ബോൾഡാക്കാൻ വിട്ടുപോയതാ. ഇതും തൊട്ടു മുന്നത്തൊക്കെ പിന്നെ ഇത് ഡിസൈൻ ചെയ്ത ആളെടുത്ത് വന്ന കുഴപ്പമാണ്. കിതാബിൽ അവിടെ ഇതില്ലല്ലോ, അടുത്ത ബോൾഡ് ആക്കിയിട്ടില്ല. എല്ലാ അധ്യായം നമ്മൾ ബോൾഡ് ആക്കിയിരുന്നു ബാക്കിയുള്ളതൊക്കെ.